ശാപമോക്ഷം കാത്തു കിടക്കുകയാണ് കോഴിക്കോട് കോർപ്പറേഷന് കീഴിലുള്ള നഗരത്തിലെ ടാഗോർ ഹാൾ. അറ്റകുറ്റപ്പണികൾക്കായി ടാഗോർ ഹാൾ അടച്ചുപൂട്ടിയിട്ട് 1 വർഷം കഴിഞ്ഞു. കോർപ്പറേഷന്റെ അനാസ്ഥയിൽ പ്രതിഷേധവുമായി പ്രതിപക്ഷ കക്ഷികളും രംഗത്തെത്തി. കഴിഞ്ഞ 1.5 വർഷത്തിലേറെയായി ടാഗോർ ഹാൾ അടഞ്ഞുകൊടുക്കുകയാണ്. പൊതുപരിപാടികൾക്കൊന്നും കൊടുക്കുന്നില്ല. ഹാളിലെ കസേരകൾ പൊളിഞ്ഞതും ഇലക്ട്രിക്കൽ പ്രശ്നങ്ങൾ രൂക്ഷമായതുമാണ് ഹാൾ അടച്ചിടാൻ കാരണമായത്. നവീകരിക്കുന്നതിനുള്ള പ്രവർത്തികൾ ഇനിയും തുടങ്ങിയിട്ടില്ല. പദ്ധതി നിർവഹണവുമായി ബന്ധപ്പെട്ട് വിവിധ കമ്പനികൾ വിശദമായ പദ്ധതി രേഖ സമർപ്പിച്ചിരുന്നെങ്കിലും തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം വന്നതോടെ തീരുമാനമെടുക്കാൻ സാധിച്ചില്ല. ടാഗോർ ഹാൾ ഉൾപ്പെടെ നഗരത്തിലെ 6 കെട്ടിടങ്ങൾ പൊളിച്ചുപണിയാൻ കഴിഞ്ഞ ജനുവരിയിലാണ് കൗൺസിൽ യോഗം തീരുമാനിച്ചത്. 2018 ഞാൻ മനസ്സിലാക്കുന്നത് 50 ലക്ഷം രൂപ ചെയർ മാറ്റുന്നതിനും മറ്റ് അറ്റകുറ്റപ്പണികൾക്കും മാത്രമായി ഏകദേശം 1 കോടി രൂപ ചെലവഴിച്ചിട്ടാണ് ഈ പണി പൂർത്തീകരിച്ചത്. അത് കഴിഞ്ഞ് 6 വർഷം കഴിയുമ്പോഴാണ് വീണ്ടും വലിയൊരു ബജറ്റ് വെച്ചുകൊണ്ട് ഈ പദ്ധതിക്ക് രൂപം കൊടുത്തിട്ടുള്ളത്. പക്ഷേ അതും 1.5 വർഷമായി ഡിലേ ആയിരിക്കുന്നു. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ ജോലി പൂർത്തീകരിച്ച് സാധാരണ ജനങ്ങൾക്ക് ഉപയോഗിക്കത്തക്ക രീതിയിൽ അത്തരത്തിലുള്ള വാടക നിശ്ചയിച്ച് എത്രയും പെട്ടെന്ന് തുറന്നു കൊടുക്കണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്. മാസത്തിൽ 10 ലക്ഷം വരെ വരുമാനം ലഭിച്ചിരുന്ന ഹാളാണിത്. കഴിഞ്ഞ 1.5 വർഷമായി പൂട്ടിയിട്ടതോടെ കോടികളുടെ വരുമാന നഷ്ടമുണ്ടായെന്നാണ് പ്രതിപക്ഷം പറയുന്നത്. ഹാളിന്റെ നവീകരണം എത്രയും പെട്ടെന്ന് നടപ്പാക്കണമെന്നാണ് നഗരവാസികളുടെ അടക്കം ആവശ്യം. ജനം, കോഴിക്കോട്.